കേരളം കഴിഞ്ഞാൽ ഏതൊരു മലയാളിയും ഉറ്റുനോക്കുന്നത് ബംഗാളിനെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിൽ മാറ്റമില്ല. കേരളത്തെയും ബംഗാളിനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ഘടകം കമ്മ്യൂണിസമാണ്. രാഷ്ട്രീയമായി മാത്രമല്ല, സാംസ്കാരികമായും കേരളവും ബംഗാളും തമ്മിലുള്ള അടുപ്പം ഒരു നീണ്ട ചരിത്രമാണ്. ഭൂമിശാസ്ത്രപരമായി എത്രയോ ദൂരെയാണ് മലയാളിക്ക് ബംഗാൾ. എന്നാൽ സാംസ്കാരികമായും രാഷ്ട്രീയമായും സ്വന്തം അയൽനാടുകളെക്കാൾ മലയാളിക്ക് ബംഗാളിനോട് വൈകാരികമായ അടുപ്പമുണ്ട്. സാഹിത്യവും കലയും സിനിമയും ഭൂപ്രകൃതിയും ബംഗാളിനെ കേരളത്തിനോട് അടുപ്പിക്കുന്നു. ടാഗോറിനെയോ വിഭൂതിഭൂഷണെയോ സത്യജിത് റായിയെയോ മൃണാൽ സെന്നിനെയോ ഋതിക് ഘട്ടക്കിനെയോ നന്ദലാൽ ബോസിനെയോ ഉച്ചരിക്കാതെ മലയാളിക്ക് ഒരു ദിനം പോലും കടന്നുപോകുന്നില്ല. 12ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ കെന്തുളിയിൽ ജനിച്ച ജയദേവ കവിയുടെ ഗീതാഗോവിന്ദമാണ് മലയാളിയുടെ സോപാന സംഗീതവും കൃഷ്ണനാട്ടവും മോഹിനിയാട്ടവുമെല്ലാം പാടുന്നതും ആടുന്നതും. 1898 കൽക്കത്തയിൽ ഉപരിപഠനത്തിന് പോയ കുമാരനാശാന്റെ കാവ്യഭാവുകത്വത്തെ ഉരുക്കിയെടുത്തത് ബംഗാളാണ്. മലയാളത്തിന്റെ ടാഗോറാണ് ഒരർത്ഥത്തിൽ ആശാൻ. ടാഗോർ കേരളത്തിൽ വന്ന് ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷകൾ ഉണ്ടായതും മലയാളത്തിലാണ്. ഹൗറപ്പാലവും ഹുഗ്ലി നദിയും ഭാരതപ്പുഴയും കുറ്റിപ്പുറം പാലവും പോലെ സുപരിചിതമാണ് മലയാളിക്ക്. അങ്ങനെ എത്രയെത്ര സാഹിത്യ കൈമാറ്റങ്ങൾ. കേരളത്തെ പോലെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ സംസ്ഥാനവുമാണ് ബംഗാൾ. 1952 ആദ്യ ലോക്സഭ മുതൽ എല്ലാ സഭകളിലും കേരളത്തിൽ നിന്ന പോലെ ബംഗാളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രാതിനിധ്യമുണ്ടായിരുന്നു. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും ബംഗാളിൽ CPIM 20 സീറ്റ് നേടി. അതേ വർഷം ജൂണിൽ CPIMന്റെ നേതൃത്വത്തിൽ ജ്യോതി ബസു സർക്കാർ അധികാരത്തിലേറി. 1984 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPIM ഒരു സീറ്റ് മാത്രമാണ് നേടിയത്. അപ്പോഴും ബംഗാളിൽ CPIM 18 സീറ്റ് നേടി. CPIക്കും RSPക്കും 3 സീറ്റ് വീതവും ഫോർവേഡ് ബ്ലോക്കിന് ഒരു സീറ്റും ഉൾപ്പെടെ 25 സീറ്റ് ഇടതുപക്ഷം ബംഗാളിൽ നിന്ന് നേടി. ജ്യോതിർമയ് ബസുവിനെയും വസുദേവ് ആചാര്യയെയും സോംനാഥ് ചാറ്റർജിയെയും പോലുള്ള മികച്ച പാർലമെന്റേറിയന്മാർ ബംഗാൾ ഇടതുപക്ഷത്തിന്റെ അഭിമാനമായിരുന്നു. രാജ്യചരിത്രത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിക്കപ്പെട്ട ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് 23 വർഷം ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവാണ്. ബംഗാളിൽ നിന്നുള്ള CPI നേതാവ് ഇന്ദ്രജിത് ഗുപ്ത 96 മുതൽ 98 വരെ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായിരുന്നു. മമതയെയും BJPയെയും ഒരുപോലെ നേരിടേണ്ടുന്ന ദ്വിമുഖ പോരാട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ പാർട്ടി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഖാസി നസ്രുൽ ഇസ്ലാം പാടിയതുപോലെ അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളികളില്ലാത്ത ആകാശത്തേക്ക് തലയുയർത്താൻ കാത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലും ബംഗാളികൾ. ബിജു മുത്തത്തി, കൈരളി.